സമയത്ത് വിചാരിച്ച പോലെയൊന്നും അല്ല. ഗായു ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് വന്ന് ശല്യം ചെയ്തതിന് ഇപ്പൊ കേൾക്കാൻ വെട്ടിക്കെട്ട്. കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് മുഖത്തെ വെള്ളമൊക്കെ തുടച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കിട്ടിയാൽ ഒരു അടാർ ഇന്റർവ്യൂ ആണെന്റെ മോനെ. പുറത്തു പെയ്യുന്ന മഴയെ നോക്കിക്കൊണ്ടായിരുന്നു ഗായുവിന്റെ മറുപടി. അതിന് കിട്ടിയാലല്ലേ. അല്പം പുച്ഛം വിതറിക്കൊണ്ട് മറുപടി പറഞ്ഞു അവനും. കണ്ണുകൾ പുറത്തേക്ക് പായിച്ചു. നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ ശരത്തെ. രാവിലെ ഈ മഴയും നനഞ്ഞു വന്നത് എത്രമാത്രം പ്രതീക്ഷയായിട്ടാ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കുന്ന കേസല്ലെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. നീ ഇങ്ങനെ ഇൻട്രോ ഒന്ന് വീഡിയോ എടുത്തേ. ഇപ്പടാ ഇവിടെ വച്ച് ഈ കോലത്തിലോ. ഇന്റർവ്യൂ കിട്ടുമോന്ന് പോലും അറിയാൻ മേല. ആകെ നനഞ്ഞു നിൽക്കുന്ന ഗായുവിനെ ശരത്ത് ഒന്നും കൂടി നോക്കി. നീ ഇതൊന്ന് എടുക്കടാ. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്താൽ കാരണത്തടിയാണോ ചെറുപ്പിനേറാണോ എന്നൊന്നും പറയാൻ പറ്റൂല മോനെ. നീ പെട്ടെന്ന് എടുക്ക്. അത് ശരിയാടി, അവര് ഫെമിനിസ്റ്റാ. ക്യാമറ ഓൺ ചെയ്യുന്നതിനിടയിൽ മറുപടിയും വന്നു. അതിനൊന്നുമില്ല. ഓക്കെ തുടങ്ങിക്കോ. 1 2 3. അമ്മ ഒരുപാട് അർത്ഥങ്ങളുള്ള പദം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ പൂർണ്ണയാകുന്നത് അമ്മയാകുമ്പോഴല്ലേ. അമ്മ എന്ന വാക്കിന് പിന്നിൽ ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും അല്ലേ. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ എണ്ണമറ്റാത്ത കഥകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടും കേട്ടും വളർന്ന അമ്മ എന്ന പദത്തിന് പ്രശസ്ത എഴുത്തുകാരി പത്മജ വാസുദേവന്റെ എഴുത്തിന്റെ പുതിയൊരു രൂപം കണ്ടു അല്ലേ നമ്മളൊക്കെ. പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നും ആയതുകൊണ്ടാവാം വിഷയം പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചത്. സോഷ്യൽ മീഡിയാസിൽ കഴിഞ്ഞ ദിവസം നിറഞ്ഞു നിൽക്കുന്നതും ശ്രീമതി പത്മജയുടെ എഴുത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ്. അമ്മ എന്ന പേരിൽ ആ പേരിന്റെ മഹത്വവും കളങ്കവും നശിപ്പിക്കും വിധം കഥ എഴുതിയെന്ന് വായനക്കാർ മുഴുവൻ ആക്ഷേപിക്കുന്ന നിരഞ്ജനയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. പ്രണയവും വിരഹവും പ്രകൃതിയോടൊക്കെ കടന്നു വന്നിരുന്ന എഴുത്തുകാരിയുടെ കഥകളിലെ അമ്മമാരൊക്കെയും വെറുപ്പുളവാക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ മക്കളോട് സ്നേഹമില്ലാത്ത സ്വാർത്ഥയായ ഈ അമ്മയെ ഐഡിയലൈസ് ചെയ്യുന്ന എഴുത്തുകാരുടെ ചിന്തകൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഓരോ വായനക്കാരെയും പോലെ ഞങ്ങളും വ്യാകുലരാണ്. ഇതുവരെ പ്രതികരിക്കാതിരുന്ന നീരജ മാഡത്തിന്റെ പ്രതികരണം ഇന്ന് നമുക്ക് ചോദിച്ചറിയാം. ശരത്തിന്റെ മുഖം വിളരുന്നത് കണ്ടാണ് ഗായത്രി മുഖം ഉയർത്തിയത്. തുറന്ന വാതിലിനപ്പുറം വെണ്ണക്കൽ ശില്പം പോലൊരു സ്ത്രീ. കാഴ്ചയിൽ തോന്നിക്കില്ലെങ്കിലും 50നോടടുത്ത് പ്രായമുണ്ടാകും. വലിയ ചുവന്ന പൊട്ടിനു മീതെ മഞ്ഞൾ പ്രസാദം, മഞ്ഞയിൽ വെള്ളപ്പൂക്കളുള്ള കോട്ടൺ സാരി അലസമായി ചുറ്റിയിരുന്നതേയുള്ളൂ. എങ്കിലും അത് അവരുടെ അഴകേറ്റുന്നുണ്ടായിരുന്നു. അഴിച്ചു വിടർത്തിയിട്ട മുടിയുടെ മുൻഭാഗത്തിൽ അധികവും മൈലാഞ്ചി നിറമാണ്. എന്തു വേണം? ശാന്തമായിരുന്നു ചോദ്യം. അത് പിന്നെ മേഡത്തിന്റെ ഒരു ഇന്റർവ്യൂ. അകത്തേക്ക് വരാം. ആ മറുപടി പ്രതീക്ഷിക്കാത്ത വണ്ണം ശരത്തൊന്ന് ഞെട്ടി. പുറമേ കാണിച്ചില്ലെങ്കിലും ഗായത്രിയും. നിന്റെ ഇൻട്രോ കേട്ടില്ലെന്ന് തോന്നുന്നു. പത്മജ കേൾക്കാതിരിക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി ശരത്ത് ഗായത്രിയോടായി പറഞ്ഞു. അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. വിശാലമായ ഹാളിലെ മെറൂൺ കാർപ്പറ്റ് ആയിരുന്നു ആദ്യം ശ്രദ്ധ പിടിച്ചെടുത്തത്. ലൈറ്റ് പിങ്ക് നിറമുള്ള സെറ്റി, വൃത്തിയുള്ള മുറി, നടുക്കായുള്ള ടീപ്പോയിൽ ഇളം പിങ്ക് നിറമുള്ള റോസാപ്പൂവിലേക്ക് ഒരു നിമിഷം ഗായത്രിയുടെ കണ്ണുകൾ നീണ്ടു. കുടിക്കാൻ എന്താ? ടീ ഓർ കോഫി? ഒന്നും വേണ്ട മാം. മാഡം ഒന്ന് റെഡിയായി വന്നിരുന്നെങ്കിൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ പത്മജ തന്നെ സ്വയം ഒന്ന് നോക്കി. ഈ വേഷത്തിനെന്താ? നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂവിനല്ലേ വന്നത്? അതെ മാഡം. എൻ്റെ ജെന്യൂനായ മറുപടിയല്ലേ ഓരോ ചോദ്യത്തിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ മാഡം. അത് ഞാനായി തന്നെ ഇരുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? പരസ്പരം ഒന്നും മിണ്ടാതെ ഗായത്രിയും ശരത്തും പരസ്പരം നോക്കി. വില കൂടിയ സാരിയും പിന്നെ കുറച്ച് കോസ്മെറ്റിക്സിനെയും ആവരണം വേണോ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ? നോ മാം. മാമിന് കംഫർട്ടബിൾ ആയ പോലെ മതി. ശരത്ത് ക്യാമറ ഓൺ ചെയ്തതും ഗായത്രി മൈക്ക് സെറ്റ് ചെയ്തു. മാം, ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുവാണേ. യെസ് പ്ലീസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെയധികം സൈബർ ബുള്ളിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ മാം. കാരണം മാഡത്തിൻ്റെ കഥകളിലെ അമ്മമാർ തന്നെ. ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലുന്ന ഇക്കാലത്ത് ഇങ്ങനെയുള്ള അമ്മമാരെ ഐഡിയലൈസ് ചെയ്യുന്ന തരത്തിൽ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്പസമയം അവർ നിശബ്ദയായിരുന്നു. പിന്നെ നേർമയൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പുസ്തകങ്ങൾ മാധ്യമപ്രവർത്തകർ വേണ്ട വിധം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ എവിടെയാണ് അത്തരം അമ്മമാരെ ഐഡിയലൈസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് മാത്രമാവണം സത്യമെന്ന് നിർബന്ധമില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ് ഞാനും. എൻ്റെ കുട്ടിയെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും കുട്ടി ഉപദ്രവിക്കാൻ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് കുട്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരുന്നില്ല, അതെൻ്റെ അവസ്ഥയായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് അമ്മമാർ കടന്നുപോയ അവസ്ഥയാണത്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക മാത്രം ചെയ്തു. ഓക്കെ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നെഗറ്റീവ് സ്വഭാവമുള്ള അമ്മമാരെ കഥാപാത്രങ്ങളായി സൃഷ്ടിക്കുന്നത്? നമുക്ക് കണ്ടുപരിചയമില്ലാത്ത
നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അമ്മമാർ, മക്കളോട് സ്നേഹമില്ലാത്ത, മക്കൾക്ക് വേണ്ടി ഒരു ത്യാഗവും സഹിക്കാൻ കഴിയാത്ത, അവർക്ക് വേണ്ടി ഒന്നും ത്യജിക്കാൻ കഴിയാത്ത അമ്മമാർ. എന്തുകൊണ്ടാണ് അത്തരം കഥാപാത്രങ്ങൾ? ചോദ്യം ഇഷ്ടപ്പെടാത്തത് പോലെ തന്നെ എന്നെ ഒന്ന് ആകെ വീക്ഷിച്ചതിന് ശേഷമായിരുന്നു അവർ മറുപടി പറയാൻ തുടങ്ങിയത്. എൻ്റെ കഥാപാത്രങ്ങളെ എങ്ങനെ സൃഷ്ടിക്കണമെന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ കുട്ടി? സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോ കോൾഡ് സെൽഫ്ലെസ് അമ്മമാരെ എൻ്റെ കഥകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു അമ്മയല്ല. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന, ഉറച്ച തീരുമാനങ്ങളും ബോധവുമുള്ളൊരു സ്ത്രീയാണ്. എനിക്ക് ഞാനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. കുട്ടി മാരീഡാണോ? ഉത്തരത്തിൻ്റെ അവസാനം ഒരു ചോദ്യം എനിക്ക് നേരെ. അല്ല. അപ്പോൾ പാരൻസിനൊപ്പം ആയിരിക്കണമല്ലോ. കാലത്ത് ജോലിക്ക് പോകും മുൻപേ ഒക്കെ ചെയ്തു തരുന്ന അമ്മയാകും അല്ലേ? അതെ എന്ന് സമ്മതിക്കുമ്പോൾ എൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. കാലത്ത് എല്ലാവർക്കും മുൻപ് ഉണർന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പുന്ന ആ സ്ത്രീയോട് അവർ ഈ ജീവിതത്തിൽ സന്തോഷവതിയാണോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുട്ടിക്ക് അറിയാമോ? ഒരു ദിവസം ചോറ് തികയാതെ വന്നാൽ എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നത് വിശപ്പില്ലാഞ്ഞിട്ട് തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തൻ്റെ ഇഷ്ടത്തിന് അവർ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് കുട്ടിയുടെ അമ്മയെ പരിചയമില്ല, പക്ഷെ തീർച്ചയായും അവർ അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യവുമായി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. അമ്മമാരും മനുഷ്യരാണ്, വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുള്ള മനുഷ്യർ. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ തലയ്ക്ക് അടിയേറ്റവണ്ണം എൻ്റെ തല കുനിഞ്ഞിരുന്നു. ശരത്തുമാകെ നിശബ്ദനായിരുന്നു. ഇന്നലെ വൈകിട്ട് പനിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു തോർത്തു. ഇന്ന് രാവിലെ അത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള ആരും ഓർത്തിരുന്നില്ല. അമ്മയ്ക്ക് വയ്യാതായാലും ഒന്നിനും ഒരു മുട്ടും വരാറില്ല. അമ്മ ഒന്നും ആരെയും അറിയിക്കാറുമില്ല. എനിക്കെന്തോ നെഞ്ചു വല്ലാതെ വിങ്ങുന്ന പോലെ തോന്നി. അപ്പം തന്നെ വീട്ടിലേക്ക് ഓടി ചെല്ലാനും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനും തോന്നി. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യട്ടെ ഗായു? അവർ വെറുതെ മനുഷ്യൻ്റെ മനസമാധാനം കളഞ്ഞു. വേണ്ട, അവർ സമാധാനം കളഞ്ഞല്ല ശരത്, കണ്ണ് തുറപ്പിച്ചതാണ്. ഷീസ് എ ജം. നമുക്കിത് മദർ ഡേക്ക് ടെലികാസ്റ്റ് ചെയ്യാം. ഇവരെ നമ്മൾ മലയാളികൾ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇപ്പം നമ്മളെ കിട്ടിയതുപോലെ എല്ലാത്തിനെയും ഒരു 10 മിനിറ്റ് മുമ്പിൽ കിട്ടിയാൽ ഇവർ ചിലപ്പോൾ ഈ ലോകം തന്നെ നന്നാക്കി കളയും. എന്തായാലും ഞാനൊന്ന് ലീവാ, അമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അത് കേട്ടപ്പോൾ ശരത്തൊന്ന് ചിരിച്ചു. അവനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ച് ഞാൻ നടന്നു വീട്ടിലേക്ക്, എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്